നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. അത് മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമന്റും കൂടി ചെയ്യണേ. അപ്പൊ അധികമൊന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും തിരിഞ്ഞു കിടക്കുന്ന നമ്മളെ പിള്ളേരെ രണ്ടാളെയായിരിക്കും. അവർ തമ്മിൽ ഒന്നും സംസാരിക്കുന്നുണ്ടാവില്ല. സംടൈംസ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തീരുമായിരിക്കും, പക്ഷെ രണ്ടാളും അതിന് മുൻകൈ എടുക്കുന്നുണ്ടാവില്ല. പിറ്റേ ദിവസം രാവിലെ നമ്മളെ ചെക്കനെ എണീച്ചിട്ട് സിങ്ങിനെ നോക്കുന്നിടം അവളെ കാണുന്നുണ്ടാവില്ല. പക്ഷെ ഒരു എഗ്രിമെന്റ് ആണെങ്കിൽ അവന്റെ മേശയിൽ ഉണ്ടാവുമായിരിക്കും. അതായത് നമ്മളെ പെണ്ണിന്റെ കമ്പനിയും ഒരു ഹാൻഡ് ഹൈ കമ്പനിയും തമ്മിൽ മെർജ് ചെയ്യാൻ പോകുന്ന ഒരു എഗ്രിമെന്റ് ആയിരിക്കും അത് കാണുമ്പോൾ തന്നെ നമ്മളെ ചെക്കൻ ആണെങ്കിൽ പെണ്ണിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ടാവും. പക്ഷെ ഇനി മനസ്സിലാക്കിയിട്ട് ഒരു കാര്യമില്ലല്ലോ, കഴിയേണ്ടത് മൊത്തം കഴിഞ്ഞില്ലേ. അങ്ങനെ നമ്മൾ കാണുന്നത് സൂം ലീയും കൂടിയിട്ട് നമ്മളെ പെണ്ണിന്റെ ഓഫീസിലേക്ക് വരുന്നതായിരിക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവരെ കമ്പനിയിലേക്ക് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാളെ നമുക്ക് സെലക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ സൂ ആണെങ്കിൽ പറയൂ നമ്മളെ ബന്ധം വെച്ചിട്ട് ഡോങ്യാൻ മെഡിക്കൽ ഏരിയയിലെ നമുക്ക് നല്ലത്. അത് മാത്രമല്ല നമ്മളെ സിങ്ങിന്റെയും ഹാൻഡിയും റിലേഷൻഷിപ്പ് നമുക്കറിയാലോ, അതും കൂടി നമ്മൾ നോക്കണ്ടേന്ന് പറയുമ്പോൾ ലീ ആണെങ്കിൽ പറയും പ്രണയം എന്ന് വെച്ചാൽ പ്രണയമാണ്, ബിസിനസ് എന്ന് വെച്ചാൽ ബിസിനസ് ആണ്, രണ്ടും കൂടി നമ്മൾ കൂട്ടിക്കലർത്താനേ പാടില്ല എന്ന് പറയേ. സിങ് ആണെങ്കിൽ പറയും നിങ്ങൾ രണ്ടാളും ഇപ്പോൾ വിടുന്നു പോകും, ഞാനിങ്ങനെ ആലോചിച്ചൊരു തീരുമാനം പറയാമെന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുന്ന ടൈം നമ്മളെ ലീ ആണെങ്കിൽ നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ടാവേ. നമ്മളെ സിങ് ഒന്നും വിട്ടു പറയുന്നുണ്ടാവില്ല. അങ്ങനെ നമ്മൾ കാണുന്നത് ചാങ് അന്ന് ഇവളെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ലേ, ആ ഒരു കാര്യത്തിന് നമ്മളെ പെണ്ണ് ഓക്കെ പറയുന്നതായിരിക്കും. അതേ ടൈം ചാങ്ങിന്റെ സന്തോഷം ഞാൻ പറയണ്ടല്ലോ, അവനാണെങ്കിൽ പറയും നമ്മൾ മാത്രമല്ല ഒരു തേർഡ് പാർട്ടിയും കൂടിയുണ്ട്, അത് നിനക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കൂല എന്ന് പറയുമ്പോൾ നമ്മളെ പെണ്ണാണെങ്കിൽ പറയും എന്താണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒന്ന് വേഗത്തിൽ നീക്കണമെന്ന് മാത്രം പറയും. നമ്മളെ പെണ്ണാണെങ്കിൽ സീരീസ് എ ഫണ്ടിങ് കമ്പനി എന്ന് പറഞ്ഞ ഒരു കമ്പനി ആയിട്ടായിരിക്കും ഇപ്പൊ കോർപ്പറേഷൻ നിന്നിട്ടുണ്ടാവുക. ഈ ഒരു കാര്യം നമ്മളെ ഹാൻ അറിയുന്നുണ്ടാവേ. ഇതേ ടൈം ടാങ് ഹാനിനോട് പറയും നമുക്കൊന്ന് സിങ്ങിനോട് സംസാരിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ഹാൻ ആണെങ്കിൽ വേണ്ട, ഒരു ബോർഡ് മീറ്റിംഗ് വെക്കുന്നതായിരിക്കും പറയുന്നുണ്ടാവുക. നമ്മളെ സിങ് ആണെങ്കിൽ ഹാനിന്റെ അടുത്ത് പോകാത്തത് കൊണ്ട് തന്നെ നേരെ നമ്മളെ ടൂന്റെ വീട്ടിലായിരിക്കും പോകുന്നുണ്ടാവുക. ടൂ ആണെങ്കിൽ ഇവളെ കണ്ടതിൽ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അവളാണെങ്കിൽ എന്തെല്ലോ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ സിങ്ങിന്റെ മൈൻഡ് ഓക്കെ അല്ലാത്തത് കൊണ്ട് അവൾ നേരെ റൂമിൽ പോകും. റൂമിൽ പോയിട്ട് നമ്മളെ സിങ് ഹാനിനെ കൊണ്ടും ഹാൻ നമ്മളെ സിങ്ങിനെ കൊണ്ടും എന്നെയായിരിക്കും ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവുക. ഞാൻ എപ്പോൾ പറയുന്നത് പോലെ തന്നെ ഒരിക്കൽ സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോൾ ഒരു മീറ്റിംഗ് നമ്മളെ സിങ് വെക്കുന്നുണ്ടാവേ. അവിടത്തേക്ക് സൂ ആണെങ്കിൽ ഒരു എഗ്രിമെന്റ് എടുത്തിട്ട് വരുന്നുണ്ടാവും. ഇവർ ഈ ഒരു സീരീസ് എ ഫണ്ടിങ് നമ്മളെ ഡോങ്യാം മെഡിക്കലും കൂടി അപ്രൂവ് ചെയ്യണമായിരിക്കും. അവർ അപ്രൂവ് ചെയ്തെന്ന് കാണിച്ചിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആയിരിക്കും. ആ ഒരു എഗ്രിമെന്റ് കണ്ടിട്ട് നമ്മളെ സിങ്ങിന്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല. അവളാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളൂ, നിങ്ങൾ പോയി കൊന്നു പറയുന്ന ടൈം ആയിരിക്കും. നമ്മളെ ലീ ആണെങ്കിൽ പിന്നെയും നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ടാവുക. സിങ് ആണെങ്കിൽ പറയും ഞാൻ പെർഫെക്റ്റ്ലി ഓക്കെ ആണ്, നിങ്ങളെ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്ന് പറയുകയെ. അതേ ടൈമിൽ ലീ ആണെങ്കിൽ ഇന്ന് നൈറ്റ് ആണെങ്കിൽ ആ ഒരു മാവുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, നീ വരുന്നോ എന്ന് ചോദിക്കുന്നേരം നമ്മളെ സിങ് ആണെങ്കിൽ പറയും നീയും സൂവും കൂടി പോയിക്കോ, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ലീനെ അവിടുന്ന് ഒഴിവാക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ കാണുന്നത് സാങ് ആണെങ്കിൽ ചാങ്ങിനെ കാണാൻ വന്നതായിരിക്കും. ചാങ് ആണെങ്കിൽ നമ്മളെ സിങ്ങിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ സാങ്ങിന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും. അവളൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ടായിരിക്കും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. എന്നിട്ട് അവളാണെങ്കിൽ ഇനി എന്നാ നീ ഇങ്ങനെ സിങ്ജൻ കമ്പനീനെ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്നവരോ അവനാണെങ്കിൽ ഒരു എഗ്രിമെന്റ് എടുത്തിട്ട് നമ്മളെ പെണ്ണിന്റെ കൈമിൽ കൊടുക്കുകയെ. സംഭവം എന്നായിരിക്കും നമ്മളെ സാങ്ങിനാണെങ്കിൽ ഒരു കമ്പനി ഉണ്ട്, ആ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മളെ ചെക്കന്റെ കമ്പനി ആയിട്ടുള്ള ഡോങ്യാൻ മെഡിക്കൽ ആണെന്ന് നമുക്ക് അറിയാലോ. അതുപോലെ തന്നെ ഈ ഒരു ചാങ്ങിന്റെ കമ്പനീന്റെ പേരായിരിക്കും ടോങ് കെ മെഡിക്കൽ. അപ്പൊ സാങ്ങിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മളെ ടോങ്യാം മെഡിക്കൽ ആ ഒരു എഗ്രിമെന്റ് ആണെങ്കിൽ നേരെ ഈ ഒരു ടോങ് കെ മെഡിക്കലിന് കൊടുത്തിട്ടുണ്ടാവും. സംഭവം നമ്മളെ ഹാൻ ആണെങ്കിൽ ആ ഒരു എഗ്രിമെന്റ് മൊത്തം നമ്മളെ ചാങ്ങിന് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളെ ചാങ് ആയിരിക്കും സാങ്ങിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ ഒരു എഗ്രിമെന്റ് കണ്ടിട്ട് ഷോക്ക് ആയിട്ട് അവളാണെങ്കിൽ എന്നാ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കൂ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചാങ് ആണെങ്കിൽ പെണ്ണിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തല്ലോ, അതുപോലെ തന്നെ ഹാൻ ആണെങ്കിൽ സാങ്ങിന്റെ കമ്പനിയിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചാങ്ങിനാണെങ്കിൽ സാങ്ങിന്റെ കമ്പനി വേണ്ടി വരും, ഹാനാണെങ്കിൽ നമ്മളെ സിങ്ങിന്റെ കമ്പനി വേണ്ടി വരും. അവനാണെങ്കിൽ ഇത് രണ്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആയിരിക്കും നമ്മളെ ചാങ്ങിന്റെ കൈമിൽ കൊടുക്കുന്നുണ്ടാവുക. ചാങ്ങിനാണെങ്കിൽ എങ്ങനെയെങ്കിലും സാങ്ങിനെ വളക്കണേന്ന് ഉണ്ടാവുള്ളൂ. ഈ ഒരു എഗ്രിമെന്റ് ആണെങ്കിൽ ഇവർക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു ട്രഷർ ആയിരിക്കും.
ആയിരിക്കെ നമ്മളെ സാങ്ങിന്റെ കഥ നമുക്ക് അറിയാലോ. അതുകൊണ്ട് അവനാണെങ്കിൽ ആ ഒരു എഗ്രിമെന്റ് സമ്മതിച്ചെന്ന് പറയേ. ഇത് കേൾക്കുമ്പോൾ നമ്മളെ സാങ്ങിന് ഒരുപാട് സങ്കടാകും. കാരണം നമ്മളെ സിങ്ങിന്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഇത്രകാലം വർക്ക് ചെയ്ത നമ്മളെ സാങ്ങിന്റെ കമ്പനീനെ ഹാന് ഒഴിവാക്കാന്ന് വെച്ചാൽ അത് ഭയങ്കര സങ്കടമുള്ള കാര്യം തന്നെയല്ലേ. പക്ഷേ നമ്മളെ സാങ് ആണെങ്കിൽ എല്ലാ സങ്കടങ്ങളും ഉള്ളിൽ ഒതുക്കിയിട്ട് നമ്മളെ ചാങ്ങിനോട് പറയും ഇനി മുതൽ നമ്മളൊരു ടീമാണ്, ആ ഒരു കാര്യം നമ്മൾ രണ്ടാളും മനസ്സിലാക്കിയിട്ട് മൂവ് ഓൺ ചെയ്യാന്ന് പറയും. സാങ് ഈ ഒരു അവസരം മുതലെടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ സാങ് അതിന് സമ്മതിക്കുന്നുണ്ടാവില്ല. അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ ലീലിയും സൂവും കൂടിയിട്ടാണെങ്കിൽ ആ ഒരു മാനെ കാണാൻ പോകുന്നതായിരിക്കും. ആ ഒരു കണ്ണടന്റെ ക്ലബിലായിരിക്കും പോകുന്നുണ്ടാവുക. ഇവക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു അവിടെ ആയിരിക്കും ഈ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തത് കൊണ്ട് ഇവക്ക് വേറൊന്നും പറയാൻ പറ്റൂലല്ലോ. ഇതിന്റെ ഇടയ്ക്ക് ആ ഒരു കണ്ണട വരുന്നുണ്ടാവേ. കണ്ണടയാണെങ്കിൽ ഭയങ്കര കെയറോട് കൂടിയിട്ടൊക്കെ നമ്മളെ ലീനോട് പെരുമാറുന്നത് നമ്മളെ ലീക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, സൂവിനും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. കണ്ണടയാണെങ്കിൽ വന്നിട്ട് ഈ ഒരു പാർട്ടി എന്റെ വകയാന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവിടുന്ന് പോകുന്നുണ്ടാവുക. പക്ഷേ ഉറപ്പായിട്ട് ഇവന്റെ വകയിലത്തെ പൈസയിൽ നമ്മളെ പെണ്ണ് ഫുഡ് കഴിക്കൂലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവളാണെങ്കിൽ അവിടെ പോയിട്ട് ബില്ല് പേ ചെയ്യാൻ നിൽക്കുക. പക്ഷേ അവരാണെങ്കിൽ ഇവക്ക് ബില്ലും കൊടുക്കുന്നുണ്ടാവില്ല. ബില്ല് പേ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് പിടിക്കുന്നുണ്ടാവും. അവളാണെങ്കിൽ പറയും ഓക്കെ ബില്ല് പേ ചെയ്യേണ്ടേ, എനിക്ക് ആ ഒരു ബില്ലിന്റെ പ്രൈസ് ഒക്കെ കണ്ടോട്ടെ എന്ന് ചോദിച്ചിട്ട് അവൾ ആ ഒരു പ്രൈസ് ഒക്കെ നോക്കുന്ന ടൈമായിരിക്കും കണ്ണട അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. കണ്ണടയാണെങ്കിൽ ഇവളോട് പിന്നെയും പണ്ടത്തെ പോലെ തന്നെ ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്തിട്ട് എനിക്ക് നിന്നോട് സംസാരിക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നാലെ തന്നെ പോകുന്നുണ്ടാവേ. അവളാണെങ്കിൽ പറയും ഞാൻ നിന്റെ പൈസ നിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചിന്, ഇനി മേലല്ല പിന്നാലെ തന്നെ വന്നു പോകരുത് എന്ന് പറയും. പക്ഷേ അവനാണെങ്കിൽ അവളെ പിന്നാലെ തന്നെ പോകുന്നുണ്ടാവും. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ സൂം കാണും. പാർക്കിങ്ങിൽ എത്തിയിട്ട് നമ്മളെ കണ്ണടയാണെങ്കിൽ നമ്മളെ പെണ്ണിനെ വെറുതെ വിടുന്നേ ഉണ്ടാവില്ലേ. അതിന്റെ ഇടയ്ക്ക് നമ്മളെ സൂ ആണെങ്കിൽ വന്നിട്ട് പറയും അവക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ സംസാരിക്കണ്ടെന്ന് പറയും. കണ്ണടയാണെങ്കിൽ പറയും ഇത് നമ്മളെ രണ്ടാളും ഇടയ്ക്കുള്ള പ്രശ്നം, നീ ഇതിൽ ഇടപെടണ്ടെന്ന് പറയും. അതേ ടൈം നമ്മളെ ചെക്കന് ദേഷ്യം പിടിച്ചിട്ട് കണ്ണടന്റെ മുഖത്ത് ഒരൊറ്റ അടി കൊടുക്കുക. എന്നിട്ട് അവനാണെങ്കിൽ പറയും നിനക്ക് എന്നും ഇവളെ വേദനിപ്പിച്ചിട്ട് മതിയായിട്ടില്ലേ, എത്ര കാലം എന്ന് വെച്ചിട്ട് ഇവളെ ഇങ്ങനെ ചതിച്ചോണ്ട് നിൽക്കുമെന്ന് ചോദിക്കൂ. നമ്മളെ ലീ ആണെങ്കിൽ എടാ അധികം ഒന്നും പറയണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ സൂ ആണെങ്കിൽ പറയും ലീ നിനക്ക് എന്നാ പറ്റിയത്, നിന്നെ അന്ന് ഒരുത്തം വെറുതെ തൊട്ടാലും തന്നെ നീ അവനെ അടിച്ചതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ആ ഒരു ലീനെയാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ഇവൻ നിന്നെ പറ്റിച്ചോണ്ട് നിൽക്കുന്നതാണ്, നിനക്ക് തന്നെ പ്രോമിസ് എല്ലാം വെറുതെ ആണെന്ന് മനസ്സിലാക്കിയിട്ട് നീ എന്തുകൊണ്ട് ഇവന്റെ പിന്നാലെ തന്നെ പിന്നെയും പോയി, നീ ഒന്നും കൂടി തിങ്കാക്കിയിട്ട് അവനോട് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് മാത്രം ഇനി ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളെ സൂ അവിടുന്ന് ദേഷ്യം പിടിച്ചിട്ട് പോവുകയെ. കണ്ണട പിന്നെയും ഉളുപ്പില്ലാണ്ട് നമ്മളെ ലീൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മളെ ലീ ആണെങ്കിൽ പറയൂ നിനക്കും അറിയാം എനിക്കും അറിയാം നമ്മളെ റിലേഷൻ എന്നായിരുന്നു, നീ എത്രത്തോളം പ്രോമിസ് എനിക്ക് തന്നിരുന്നു എനിക്കും അറിയാം നിനക്കും അറിയാം, ഈ ഒരു റിലേഷൻ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആകുന്നതാണ്, നിൻ്റെയോട് മുന്നും ഞാൻ പറഞ്ഞിനി ഇനി മേലാൽ എൻ്റെ പിന്നാലെ തന്നെ വന്നു പോകരുതെന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടാവും. കണ്ണട എന്നും പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല നിങ്ങൾക്കും. അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ സിങ് ആണെങ്കിൽ ഹാനെ കാണാൻ അവൻ്റെ വീട്ടിലേക്ക് വരുന്നതായിരിക്കും. ഹാൻ ആണെങ്കിൽ നോർമലായിട്ടുള്ള രീതിയിലായിരിക്കും അവളോട് ഫസ്റ്റ് സംസാരിക്കുന്നുണ്ടാവുക. അവളാണെങ്കിൽ പറയും ഞാൻ ചാങ്ങുമായിട്ടുള്ള കോപ്പറേഷനിൽ സൈൻ ചെയ്തെന്ന് പറയേ. നമ്മളെ ചെക്കനാണെങ്കിൽ പറയും ഓ അങ്ങനെയാണോ, ഞാൻ ആദ്യം അറിഞ്ഞിന് ആ ഒരു കാര്യം നല്ലത് തന്നെ എന്ന് പറയും. നമ്മളെ പെണ്ണാണെങ്കിൽ ചോദിക്കും നിനക്കെൻ്റെ ഒരു ദേഷ്യമില്ലേ, നിൻ്റെ എതിരാളിയല്ലേ അവന്ന് ചോദിക്കുന്നത്. നമ്മളെ ചെക്കനാണെങ്കിൽ പറയും എനിക്കെന്തിനാ ദേഷ്യം, നിനക്ക് നല്ലതെന്നാ തോന്നുന്നത് അതല്ലേ നീ ചെയ്യുന്നതെന്ന് പറയേ. പിന്നെ തുടങ്ങിയ രണ്ടും കൂടിയിട്ട് തച്ച് മരിക്കുക, എന്തെല്ലോ പറഞ്ഞിട്ട് തച്ച് മരിക്കുന്നുണ്ടാവും. രണ്ടാളും വിട്ടു കൊടുക്കുന്നുണ്ടാവില്ല. നമ്മളെ ചെക്കൻ പറയുന്നുണ്ടാവുക അവനാണെങ്കിൽ ഒരുപാട് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലേ, പിന്നെ എന്നാണ് ഹാൻഡ് ഹൈ കമ്പനിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്താലുള്ള പ്രശ്നം എന്ന് ചോദിക്കും. അവളാണെങ്കിൽ പറയും നിനക്കറിയാം അവർ നമ്മളെ എതിരാളിയാണെന്ന്, പിന്നെ നീ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് മാത്രമല്ല ആ ഒരു കാര്യം നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഇങ്ങനെ നോക്കാൻ പറഞ്ഞിട്ട് മരിക്കുന്നുണ്ടാവേ. നമ്മളെ പെണ്ണ് കരയേണ്ട വക്കിലെത്തുന്ന ടൈമായിരിക്കും. അവനാണെങ്കിൽ അവളെയും കൂട്ടി പോയിട്ട് നേരത്തെ സാങ്ങിന് കാണിച്ചു കൊടുത്ത ആ ഒരു എക്സ്ചേഞ്ച് എഗ്രിമെൻറ്റിലെ ആ ഒരു എഗ്രിമെൻ്റ് ആണെങ്കിൽ നമ്മളെ ചെക്കനാണെങ്കിൽ പെണ്ണിനെ കാണിച്ചു കൊടുക്കുന്നുണ്ടാവുക. എന്നിട്ട് ഹാൻ ആണെങ്കിൽ പറയും നീ വിചാരിച്ചത് എല്ലാവരും നിന്നോടുള്ള കളിയാണ് കളിച്ചതെന്ന്, പക്ഷേ അങ്ങനെയല്ല, ആ ഒരു യുവാൻ ചാങ്ങിനെ വെച്ചിട്ട് എനിക്കെതിരെ കളിച്ച കളിയിലാണ് നീ പെട്ടുപോയത്. ആ ഒരു യുവാൻ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ തോക്കണം, ആ ഒരു ഹാൻഡ് ഹൈ കമ്പനി നശിച്ചാലേ മാത്രമേ ഞാൻ തോക്കുള്ളൂ, ആ ഒരു ഹാൻഡ് ഹൈ കമ്പനിനെ നശിപ്പിക്കാൻ നിനക്ക് മാത്രമേ പറ്റുള്ളൂ, നിന്നെ ഒരു ടൂളായിട്ടാണ് അവരെടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലോ പറയുന്നുണ്ടാവേ. ഇതും കൂടി കേൾക്കുമ്പോൾ നമ്മളെ പെണ്ണിനെ സങ്കടം സഹിക്കാൻ കഴിയുന്നുണ്ടാവില്ല. അവൾ എന്തിനാ ദേഷ്യം പിടിക്കുന്നത് അവൾക്ക് തന്നെ അറിയാത്തൊരവസ്ഥയില്ല. മീൻസ് എന്നാ പറയാ, ഒരു ഉദാഹരണം പറയാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളൊരു ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും അടിയാകുന്നത്, അപ്പം നമ്മളെ ബോയ് ഫ്രണ്ടിൻ്റെ ഭാഗത്തായിരിക്കും ന്യായം ഉണ്ടാവുക, പക്ഷേ നമ്മളെ ഭാഗത്ത് നമുക്ക് ന്യായം വേണം, അതില്ലാത്ത കാണുമ്പോൾ നമുക്കൊരു ദേഷ്യ സങ്കടം വരില്ലേ, ആ ഒരു അവസ്ഥയായിരിക്കും അവൾക്ക് ഇപ്പോൾ ഉണ്ടാവുക. അവസാനം
അവളാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവേ. ഒന്നാമതേ ഇവനാണെങ്കിൽ ഇവളെ യൂസ് ചെയ്ത് അങ്ങനത്തെ ഒരു തിങ്ക് ഇവളെ മൈൻഡിലുണ്ട്. ഇപ്പൊ യുവാന്റെ കാര്യം കൂടി പറയുമ്പോ എല്ലാരും എന്നെ യൂസ് ചെയ്തല്ലോ എന്നുള്ളൊരു തിങ്കില്ലേ, അതും കൂടി ആയിട്ടായിരിക്കും അവർക്ക് സങ്കടം സഹിക്കാൻ പറ്റാണ്ട് നിൽക്കുന്നുണ്ടാവും. അങ്ങനെ വീട്ടിൽ പോയിട്ട് അവളും സങ്കടപ്പെടുന്നുണ്ടാവും, അവനും ഇതൊക്കെ ആലോചിച്ചിട്ട് സങ്കടപ്പെടുന്നുണ്ടാവും. ഒരു സങ്കടമയമായിട്ടുള്ള ദിവസമാണ് ഇന്ന് ഗോയ്സ്. ഈ ഒരു ഹാൻ ഹൈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തത് നമ്മളെ ഹാന എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവേ. ഹാൻ ഹൈ കമ്പനി പെട്ടെന്ന് ഹൈപ്പിൽ വന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഇപ്പൊ നമ്മളെ ചെക്കനെയും അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു കാര്യം നമ്മളെ ലീയും സൂവും കമ്പനിയിലത്തെ എല്ലാവരും അറിയുന്നുണ്ടാവേ, കാരണം ന്യൂസിൽ വന്നതാണല്ലോ. അങ്ങനെ നമ്മൾ കാണുന്നത് ആ ഒരു ഹാൻ ഹൈ കമ്പനിയിലത്തെ ബോസും നമ്മളെ പെണ്ണും മീറ്റ് ചെയ്യുന്നതായിരിക്കും. അയാളുടെ പേര് ചെന്ന് എന്നായിരിക്കും. ഇതിൽ കുറേ ചെങ്ങുണ്ട്, സാങ്ങുണ്ട്, ചെന്നുണ്ട്, എല്ലാം കൂടി കൺഫ്യൂഷൻ അവിടെ, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവൂലേ. അപ്പൊ ആ ഒരു ചെന്നും നമ്മളെ പെണ്ണും മീറ്റ് ചെയ്യുന്നുണ്ടാവും. സംഭവം എന്നായിരിക്കും നമ്മളെ പെണ്ണിന്റെ കമ്പനിയോ ഇവരെ കമ്പനിയും മെർജ് ചെയ്യേണ്ട കാര്യം പറയേണ്ടിട്ടായിരിക്കും ഈ ഒരു മീറ്റിംഗ്. ഹാൻ ഹൈ കമ്പനിയിലത്തെ ബോസിന് അതിന് സമ്മതമായിരിക്കും. അയാൾ ആദ്യമേ സമ്മതമാണെന്ന് പറഞ്ഞില്ലല്ലോ, ഇവളോടും സമ്മതം പറയുന്നുണ്ടാവും. ഇവളാണെങ്കിൽ പറയും എനിക്ക് 2 കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. ഒന്നാമത്തെ കാര്യം, എന്തെങ്കിലും ചെറിയ പ്രശ്നത്തിന് നമ്മളെ കമ്പനിയിലത്തെ എംപ്ലോയിനെ ഫയർ ചെയ്യാന്ന് വെച്ചാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് നമ്മളേതായിട്ടുള്ള ഒരു R&D ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അതും നിങ്ങൾ ഒരിക്കലും പോകാൻ പാടില്ല എന്ന് പറയേ. ഈ ഒരു ബോസ് ആണെങ്കിൽ പറയൂ നിങ്ങളെ റിക്വയർമെന്റും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഹാനിനോട് സംസാരിച്ചു, ഹാനിന് ഓക്കെ ആണെങ്കിൽ നമുക്ക് എഗ്രിമെന്റിൽ സൈൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോകുകയും നമ്മളെ പെണ്ണ് ഈ ഒരു കാര്യങ്ങൾ മൊത്തം ലീനോടും സൂനോടും പറയുന്നുണ്ടോ. ഇതേ ടൈം ആയിരിക്കും ആ ഒരു മെർജിൻ പരിപാടിക്ക് നമ്മളെ ഹാനിന് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് നമ്മളെ പെണ്ണിനെ വരുന്നുണ്ടാവും. ആ പെണ്ണ് അപ്പാട് തന്നെ ഒരു മീറ്റിംഗ് വെക്കാൻ പറയും. എന്നിട്ട് അവളാണെങ്കിൽ ഈ ഒരു മെർജിങ്ങിന്റെ കാര്യം പറയുന്നതും എല്ലാവരും ടെൻഷൻ ആയിരിക്കും. അതായത് അവര് ജോബ് പോകുകയോ അല്ലെങ്കിൽ അവർ റീപ്ലേസ് ആവുമോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ സിംഗ് ആണെങ്കിൽ പറയും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ടെൻഷൻ വരും എന്ന് എനിക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ആദ്യം തന്നെ ഞാൻ ചെന്നിനോട് പറഞ്ഞത് എൻ്റെ എംപ്ലോയീസിനെ അനാവശ്യമായിട്ട് ഫയർ ചെയ്യാൻ പാടില്ല. അത് മാത്രമല്ല നമ്മളെ R&D ഡിപ്പാർട്ട്മെന്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വെക്കണമെന്നു. അതുകൊണ്ട് നിങ്ങൾക്കാണെങ്കിൽ ഒരു തരത്തിലത്തെ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അത് മാത്രമല്ല ഈ ഒരു മെർജിങ് കൊണ്ട് നമുക്ക് നല്ലത് മാത്രമേ ഉണ്ടാകൂ എന്ന് പറയേ. ഇതൊക്കെ കേൾക്കുമ്പോൾ അവളെ എംപ്ലോയീസിനും അവർക്കും ഒരുപാട് സന്തോഷമാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എഗ്രിമെന്റ് എക്സ്ചേഞ്ചിലൂടെ ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് യുവാൻ ആയിരിക്കെ. യുവാൻ ആണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് ചാങ്ങിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടാവും. ചാങ് ആണെങ്കിൽ പറയും ബിസിനസ്സിൽ കുറച്ച് ചതികളൊക്കെ നല്ലതല്ലേ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ യൂസ് ചെയ്തത്, നിനക്കത് മനസ്സിലായിട്ടില്ല, ഞാൻ എൻ്റെ ലാഭം മാത്രമല്ലേ നോക്കുള്ളൂ, ഞാൻ നിന്റെ ലാഭം നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയൂ. നമ്മളെ യുവാൻ ആണെങ്കിൽ ദേഷ്യം പിടിക്കും. അവളാണെങ്കിൽ പറയും നീ കണ്ടോ ഇപ്പൊ നീ ചെയ്തതിന് മൊത്തം ഞാൻ നിനക്ക് ഇട്ടിട്ടൊരു പണി തരുമെന്ന്. അതായത് നമ്മളെ ഹാൻ ഹൈ കമ്പനി ഹൈപ്പിൽ വന്നാലോ ഹാനും ഹൈപ്പിൽ വന്നില്ലേ, അപ്പൊ ഈ ഒരു ഡോങ്ക്യോൺ ഗ്രൂപ്പിന്റെ ഹൈപ്പിൽ നമ്മളെ ഹാന് പോകുന്നുണ്ടോ. അപ്പൊ അത് യുവാൻ ആണെങ്കിൽ അവിടെ വലിയ വിലയൊന്നും വരൂല. അതിന്റെ പേരിലായിരിക്കും യുവാൻ ഇപ്പം ദേഷ്യം ഉണ്ടാവുക. യുവാൻ ആണെങ്കിൽ നമ്മളെ ചെക്കന് ചാങ്ങിന്റെയും യുവാന്റെയും കളികളൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് നേരെ നമ്മളെ ഹാൻ്റെ അടുത്തേക്ക് പോയിട്ട് അവന് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയുന്നതായിരിക്കും. നമ്മളെ ഹാൻ ആണെങ്കിൽ ചാങ്ങും ഇവളുള്ള ഫോട്ടോ ഇവളെ മുന്നിൽ വെക്കുന്നുണ്ടാവുക. നമ്മളെ യുവാൻ ആണെങ്കിൽ നിന്ന് നിപ്പിൽ ഉരുകുന്നുണ്ടാവേ. അതേ ടൈം ഹാൻ ആണെങ്കിൽ പറയൂ നീയും നമ്മളെ ഫാമിലി തന്നെയല്ലേ, ആ ഒരു ഡോങ്ക്യോൺ കമ്പനി നിന്റെയും കൂടിയല്ലേ, നമ്മളെ കമ്പനിയിലത്തെ രഹസ്യം നമ്മളെ എതിരാളിക്ക് പറഞ്ഞു കൊടുക്കുമെന്നുള്ള അത്ര തെറ്റിത്തരം വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഹാൻ ആണെങ്കിൽ എന്തെല്ലോ പറയുന്നുണ്ടാവേ. യുവാൻ ആണെങ്കിൽ തിരിച്ചിട്ട് ഒരക്ഷരം പറയാൻ പറ്റുന്നുണ്ടാവില്ല. എന്നിട്ട് ഹാൻ ആണെങ്കിൽ പറയും ഈ ഒരു കാര്യം എനിക്ക് എല്ലാവരോടും പറഞ്ഞിട്ട് നിന്നെ നാണം കെടുത്തണമെന്നില്ല, പക്ഷെങ്കിൽ ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു 100 ഓട്ടെങ്കിലും തിങ്കാക്കണമെന്ന് അവൻ പറയുന്നുണ്ടാവേ. ഇതേ ടൈം യുവാൻ ആണെങ്കിൽ പറയും നീ എൻ്റെ അടുത്ത് ഇത്ര കാര്യങ്ങൾ പറയുന്നുണ്ടാവില്ല, ആ ഒരു സിങ്ങിന് വേണ്ടിയിട്ട് നീ എന്തെല്ലാം കാട്ടിക്കൂട്ടിനെ, പക്ഷേ അവളിപ്പോൾ നിന്റെ കൂടെ ഉണ്ട്, ആ ഒരു കാര്യം നീ ഫസ്റ്റ് തിങ്കാക്കുന്ന പറഞ്ഞിട്ട് യുവാൻ അവിടുന്ന് പോകുന്നുണ്ടാവേ. അവളാണെങ്കിൽ അവളെ തെറ്റ് വരെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നുണ്ടാവില്ല. ആ ഒരു കാര്യം കേട്ടാൽ നമ്മളെ ചെക്കനും സങ്കടമാകുന്നുണ്ടാവും. നമ്മളെ സിങ് ആണെങ്കിൽ അവളുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അവിടുന്ന് എടുത്ത് മാറ്റിയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. ആ ഒരു പൂച്ച മാത്രം അവിടെ ഉണ്ടാവും. നമ്മളെ ഹാൻ ആണെങ്കിൽ ആ ഒരു പൂച്ചനെ നോക്കിയിട്ട് സങ്കടപ്പെടുന്നുണ്ടാവും. അവനാണെങ്കിൽ പണ്ട് അവർ രണ്ടാളും ഒപ്പരം ഉണ്ടായ ഓർമ്മകളൊക്കെ ഉണ്ടാവേ, അവന് സങ്കടം വരുന്നുണ്ടാവും. ശരിക്കും നമ്മളെ ഹാൻ്റെ മുഖം കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. അങ്ങനെ പിറ്റേ ദിവസം ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ നമ്മളെ സിങ് ആണെങ്കിൽ അവളെ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. പിള്ളേരെ എല്ലാവരും കൂടിയിട്ട് അവളെ ബാഗ് പാക്ക് ചെയ്യുന്നുണ്ടാവും. നമ്മളെ ലീ ആണെങ്കിൽ ബാഗ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വരുന്ന ടൈം ആയിരിക്കും അമ്മ അവളെ കതിര് നിൽക്കുന്നുണ്ടാവും. അമ്മ വന്നായിരുന്നു ഒരു ഉപദേശമായിരിക്കും നമ്മളെ പെണ്ണിനെ ദേഷ്യം പിടിക്കുന്നുണ്ടാവും. അല്ലെങ്കിലും നമ്മളെ ഏജിലത്തെ പിള്ളേർക്കാണെങ്കിൽ ഉപദേശം എന്ന് പറഞ്ഞ സാധനത്തിനോട് വെറുപ്പാണല്ലോ. അങ്ങനെ അമ്മയും മോളും 1ഉം 2ഉം പറഞ്ഞിട്ട് തച്ച് മരിച്ചോണ്ട് നിൽക്കുന്ന ടൈം ആയിരിക്കും ഹാനിയും ലിൻസനെയും നമ്മൾ കാണുന്നുണ്ടാവുക.
ഹാനിന്റെ മൂഡ് ഓഫ് കണ്ടിട്ട് ലിൻസി ആണെങ്കിൽ പറയും എനിക്കറിയാം നീ ഇങ്ങനെ സിങ്ങിനെ കൊണ്ട് ആലോചിച്ചിട്ട് വറയിടാന്നെന്ന്. അവളെ വീട്ടിലേക്ക് പോയിട്ടുള്ളത് ഉറപ്പായിട്ട് നിനക്ക് വേണ്ടിയിട്ട് അവൾ തിരിച്ചു വരും. അത് മാത്രമല്ല നീ ഇങ്ങനെ സങ്കടപ്പെടേണ്ട, അവൾ നിന്റെതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിക്കുമ്പോൾ ഹാനിന് കുറച്ച് സമാധാനാകുന്നുണ്ടാവും. അങ്ങനെ നമ്മളെ സൂ ആണെങ്കിൽ ന്യൂ ഇയർ ആയതുകൊണ്ട് കുറച്ച് ഫുഡെല്ലാം എടുത്തിട്ട് നമ്മളെ ലീനെ കാണാൻ വരുന്നുണ്ടാവുക. പക്ഷേ ലീയും അമ്മയും കൂടിയിട്ട് പുറത്തു പോയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ അമ്മയാണെങ്കിൽ നമ്മളെ ലീനോട് ഏതോ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോകേണ്ടിട്ട് പറഞ്ഞോട് നിൽക്കുന്നത് നമ്മളെ സൂ കേൾക്കുന്നുണ്ടാവേ. സൂനെ കണ്ടവിടെ അമ്മയാണെങ്കിൽ നീ ആരടാന്ന് ചോദിക്കും. നമ്മളെ സൂ ആണെങ്കിൽ പറയും ഞാൻ ലീന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയാം. ലീ ആണെങ്കിൽ ഇവനെ നോക്കുന്നുണ്ടാവും, പക്ഷെ അധികം ഒന്നും പറയുന്നുണ്ടാവില്ല. അങ്ങനെ അകത്ത് കയറുന്ന ടൈമായിരിക്കും നമ്മളെ ലീനോട് സൂ പറയുന്നുണ്ടാവുക നിന്നോട് അമ്മയാണെങ്കിൽ ബ്ലൈൻഡ് ഡേറ്റിന് പോകാൻ പറഞ്ഞില്ലേ, നിനക്ക് താല്പര്യമില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ നിന്നൊന്ന് രക്ഷിച്ചതല്ലേ എന്ന് പറയൂ. ഇതേ ടൈം അമ്മയാണെങ്കിൽ അവനോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഹാളിലേക്ക് വിളിക്കുന്നുണ്ടാവേ. ലീ ആണെങ്കിൽ പറയുന്നുണ്ട് നീ അധികം ഒന്നും പറയണ്ടെന്ന്. പക്ഷേ അമ്മേനോട് സൂ ആണെങ്കിൽ നടന്ന സംഭവങ്ങൾ മൊത്തം വിശദീകരിച്ചിട്ട് പറയുന്നുണ്ടാവും. ഏതല്ലോ ഇവനാണെങ്കിൽ ഇവക്ക് ബാഗ് വാങ്ങി കൊടുത്ത ടൈം ഇവക്ക് വേറെ ബാഗ് കിട്ടിയതു, പിന്നെ മറ്റേ നമ്മളെ ലിഞ്ച പറഞ്ഞിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് വന്നതില്ലേ അതൊക്കെ പറയുന്നുണ്ടാവേ. നമ്മളെ ലീയും അകത്ത് ഇതൊക്കെ കേൾക്കുമ്പോൾ അവക്കും സന്തോഷമാവുന്നുണ്ടാവും. ഇവര് മൂന്നാളും ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. എന്നിട്ട് അമ്മയാണെങ്കിൽ നമ്മൾ ലീനോട് പറയും അവസാനമായിട്ട് നിനക്ക് നല്ലൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടിയാലോ, ഇവനെങ്കിലും നീ ഒഴിവാക്കല്ല എന്ന് പറയൂ. സിങ് ആണെങ്കിൽ സിങ്ങിന്റെ വീട്ടിൽ പോകുന്നേരം അച്ഛനും അമ്മക്കും ഡൗട്ട് ഉണ്ടാവുമായിരിക്കും എന്നാ ഹാന് വരാത്തതെന്ന്. പക്ഷേ നമ്മളെ സിങ് ആണെങ്കിൽ എന്തെല്ലോ ഉടായ്പ പറഞ്ഞിട്ട് അവരോട് ഇങ്ങനെ സമാധാനപ്പെടുത്തുന്നുണ്ടാവും. എന്നാലും അച്ഛനും അമ്മക്കും ഇവര് രണ്ടാളും ബ്രേക്കപ്പ് ആയോ എന്നുള്ള രീതിയിൽ ഒരു ഡൗട്ട് ഉണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ നമ്മളെ സിങ്ങിന്റെ മുഖത്ത് നല്ല സങ്കടം കാണുന്നുണ്ടാവേ. പക്ഷേ അച്ഛനും അമ്മയും അവളെ അധികം വേദനിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ ഒന്നും പറയുന്നുണ്ടാവില്ല. ഇതേ ടൈമായിരിക്കും പുറത്തുനിന്നാണെങ്കിലും നമ്മളെ ഫയർ വർക്കിലെ അത് കത്തുന്ന സൗണ്ട് നമ്മളെ പെണ്ണ് കേൾക്കുന്നുണ്ടാവും. അവളാണെങ്കിൽ ഞാനിങ്ങനെ പുറത്തു പോയിട്ട് ഫയർ വർക്ക് കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയും നമ്മളും വരാമെന്ന് പറയാം. അവളാണെങ്കിൽ പറയും വേണ്ട 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 വേണ്ട, നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നിട്ട് പടക്കങ്ങളൊക്കെ പൊട്ടിച്ചോ, എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് വാക്ക് ചെയ്യണമെന്ന് ആഗ്രഹം, ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവരതിന് സമ്മതിക്കുന്നുണ്ടാവേ. ഇതേ ടൈം എപ്പോൾ ഹാപ്പി ആയിട്ടുള്ള ലിൻസിയും അമ്മയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഫയറൊക്കെ കത്തിച്ചിരുന്ന പടക്കങ്ങളൊക്കെ കത്തിച്ചിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ടാവേ. അതേ ടൈം ആയിരിക്കും നമ്മളെ ഹാൻ ആണെങ്കിൽ ഹറിബറി ആയിട്ട് എങ്ങോട്ടേക്കോ പോകുന്നുണ്ടാവും. ലിൻസേന്റെ അമ്മ നീ എവിടെയാടാ പോകുന്നത്, നമുക്കൊപ്പരം പടക്കം കത്തിക്കുക അങ്ങനെ എങ്ങനെ നോക്കാം പറയുന്നുണ്ടാവും. പക്ഷെ അവനാണെങ്കിൽ പറയും എനിക്ക് പോയേ പറ്റുള്ളൂ, ഞാനിപ്പോൾ പോകുന്നു പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകുന്നുണ്ടാവും. ഇതേ ടൈം ആയിരിക്കും നമ്മളെ ടൂ ആണെങ്കിൽ നമുക്ക് ന്യൂ ഇയർ വിഷ് പറഞ്ഞിട്ട് ഒരു വീഡിയോ അയക്കുന്നുണ്ടാവുക. നമ്മളെ ലിഞ്ചക്ക് അവളെ അയക്കുന്നുണ്ടാവില്ലേ, അതിന്റെ സങ്കടത്തിൽ നിൽക്കുന്ന ടൈം ആയിരിക്കും അമ്മയാണെങ്കിൽ ഞാൻ ഡംബ്ലിങ് നോക്കിയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട് മേലോട്ടേക്ക് പോകുക. നമ്മളെ ചെക്കനാണെങ്കിൽ ടൂന് മെസ്സേജ് അയച്ചിട്ട് പറയും നീ എന്താടി എന്നെ വിഷ് ചെയ്യേണ്ടത്, അമ്മേനെ മാത്രം വിഷ് ചെയ്തേന്നത്. അതേ ടൈം അവളാണെങ്കിൽ പറയും അമ്മയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ, സെക്കൻഡ് മാത്രമേ നീ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെ പിന്നെ വിഷ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ സ്ട്രീറ്റിലൂടെയൊക്കെ നടക്കുന്നേരം കുറേ ഫയർ വർക്കൊക്കെ കാണുന്നുണ്ടാവേ. അവൾക്കാണെങ്കിൽ അവനെ മിസ് ചെയ്തിട്ട് പറ്റുന്നുണ്ടാവില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇവരെ വീട്ടിൽ വന്നേരം അവനാണെങ്കിൽ ഫയർ വർക്കൊക്കെ ഇവളെ കൂടിയാണല്ലോ കണ്ടത്. അതൊക്കെ അവളിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈം നമ്മളെ ചെക്കനും അതുപോലെ തന്നെ ഇവരെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതായിരിക്കും. നമ്മളെ കണ്ണടയാണെങ്കിൽ നമ്മളെ ചെക്കൻ്റെ മൈൻഡ് മാറ്റണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ഡോറും ക്ലോസ് ചെയ്യാണ്ടായിരിക്കും വരുന്നുണ്ടാവും. അങ്ങനെ അവർ രണ്ടാളും ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവേ. നമ്മളെ ഹാൻഡ് എങ്ങനെയെങ്കിലും ഈ ഒരു പണ്ടാരം പോയി കിട്ടിയാൽ മതി ഉണ്ടാവുള്ളൂ. കണ്ണട പറഞ്ഞത് തന്നെ പറഞ്ഞോണ്ട് നിൽക്കുന്നുണ്ടാവും, ഓരോ കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. അങ്ങനെ നമ്മളെ ചെക്കനാണെങ്കിൽ ഇവന്റെ ഈ വർത്താനം കേൾക്കാൻ കഴിയില്ലെന്ന് വിചാരിച്ചിട്ട് പൂച്ചക്ക് ഫുഡ് കൊടുക്കാൻ നിൽക്കുന്നുണ്ടാവും. പക്ഷെങ്കിൽ പൂച്ചയാണെങ്കിൽ എത്ര വിളിച്ചിട്ടും വിളി കേൾക്കുന്നുണ്ടാവില്ല. എന്നേരായിരിക്കും അവർക്ക് മനസ്സിലാവുന്നുണ്ടാവുക ഈ കണ്ണട വരുന്നേരം ഡോർ അടക്കാണ്ട് വന്നിട്ട് പൂച്ചയാണെങ്കിൽ അതിലൂടെ പുറത്തു പോയി എന്നുള്ള കാര്യം. രണ്ടാളും കൂടിയിട്ട് ആ പൂച്ചേനെ പരിധിയിട്ട് പോകുന്നുണ്ടാവും. ഓൾറെഡി സിങ്ങുമായിട്ട് അടിയാണ്. ഈ ഒരു പൂച്ചേനും കൂടി കാണാണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ പറയണ്ടല്ലോ, അവിടെ ഒരു യുദ്ധം നടക്കും. യുദ്ധം അങ്ങനെ രണ്ടാളും കൂടിയിട്ട് പുറത്തു പോയിട്ട് പരുതുന്നതായിരിക്കും. ഇതാണെങ്കിൽ ഒരു പുഴേൻ്റെ അപ്പുറത്ത് പോയിട്ട് ഇരിക്കുന്നുണ്ടാവുക. നമ്മളെ ചെക്കനാണെങ്കിൽ ഒന്നും നോക്കാണ്ട് ആ ഒരു പുഴയിലൂടെ അപ്പുറത്ത് പോയിട്ട് ആ ഒരു പൂച്ചനെ എടുക്കുന്നുണ്ടാവേ. അവനാണെങ്കിൽ ആ ഒരു പൂച്ചനെ കിട്ടിയാൽ ഭയങ്കര സന്തോഷവും. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്നേരം നമ്മളെ കണ്ണടയാണെങ്കിൽ പറയും ഈ ഒരു പൂച്ചനെ നിനക്ക് തിരിച്ചു കിട്ടിയില്ലേ, അതുപോലെ നിന്റെ സിങ്ങിനെയും നിനക്ക് തിരിച്ചു കിട്ടുമെന്ന് പറയേ. നമ്മളെ ചെക്കനാണെങ്കിൽ ആ ഒരു പൂച്ചനെ എടുത്തിട്ട് ഇതുപോലെ ഇരുന്നിട്ട് ആ ഒരു പൂച്ചേൻ്റെ കയ്യിനെ കൊണ്ടുതന്നെ നമ്മളെ പെണ്ണിനെ ഹാപ്പി ന്യൂ ഇയർ അയക്കുന്നുണ്ടാവേ. അവൾ അത് കാണുന്നുണ്ടാവും. പക്ഷേ അവളാണെങ്കിൽ മൈൻഡ് ആക്കുന്നുണ്ടാവില്ല. അതിന്റെ അർത്ഥം തന്നെ അവൾക്ക് എന്നും ദേഷ്യം തീർന്നിട്ടില്ല. അങ്ങനെ ഒരു മീറ്റിംഗ് ആയിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. ആ ഒരു മീറ്റിങ്ങിന് സിങ്ങും കൂടി വരേണ്ട മീറ്റിംഗ് ആയിരിക്കും. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലായിരിക്കും നമ്മളെ ഹാൻ ഉണ്ടാവുക. എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. ലീ വരുന്നുണ്ടാവും, സൂ വരുന്നുണ്ടാവും, പിന്നെ നമ്മളെ ഹാൻഡ് ഹൈ കമ്പനിയിലത്തെ ബോസ്, അങ്ങനെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ടാവേ. അങ്ങനെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ടൈമായിരിക്കും ഹാൻ ആണെങ്കിൽ സിങ്ങിന്റെ കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ടാവുക. അപ്പൊ അതിലെ
പ്രസിഡന്റ് ആണെങ്കിൽ പറയും അവൾ ഇങ്ങനെ വരൂലെന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് നമുക്ക് ഈ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അയാളാണെങ്കിലും നമ്മളെ സിങ്ചെൻ കമ്പനിയും ഹാൻഹൈ കമ്പനിയും ഇപ്പം മെർജ് ചെയ്തത് കൊണ്ട് തന്നെ ആരെല്ലാം ഏതെല്ലാം പൊസിഷനിൽ ഇരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. ഇവർ ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളെ ചെക്കൻ്റെ മൈൻഡിൽ മൊത്തം പെണ്ണിന്റെ കൂടിയുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എല്ലാവരും പോകുന്നുണ്ട്. നമ്മളെ സൂവും ലീയും ഓഫീസിൽ എത്തുന്ന ടൈം അവിടെയുള്ള സ്റ്റാഫ്സ് എല്ലാം കൂടിയിട്ട് എന്തെല്ലോ സംസാരിക്കുന്ന കാണുന്ന ടൈം നമ്മളെ ലീ ആണെങ്കിൽ എന്നാ സംഭവം എന്ന് ചോദിക്കേ, അതേ ടൈം ഷെങ് ആണെങ്കിൽ നമ്മളെ സിങ് ഇവർക്ക് എല്ലാവർക്കും അയച്ച ഒരു ഇമെയിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. സംഭവം എന്നായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ടാവേ. ഫസ്റ്റ് നമ്മളെ ഷെങ്ങിനായിരിക്കും, അവളാണെങ്കിൽ ഇനി മുതൽ കമ്പനിയിൽ വരൂല എന്നുള്ള രീതിയിലത്തെ ഒരു ഇമെയിൽ ആയിരിക്കും. അത് മാത്രമല്ല നമ്മളെ ഷെങ്ങിനോടാണെങ്കിൽ പറയൂ, നിനക്കിങ്ങനെ നൂഡിൽസ് ഒക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിനക്ക് വേണ്ടിയിട്ട് ഒരു VIP കാർഡും കൂടി ഞാൻ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. നീ നമ്മളെ കമ്പനി നല്ല പോലെ നോക്കണം, നമ്മളൊപ്പരുണ്ടായ ടൈം ഞാൻ ഒരിക്കലും മറക്കൂല എന്ന് പറഞ്ഞിട്ടായിരിക്കും ഷെങ്ങിന് അയച്ചിട്ടുണ്ടാവുക. അതുപോലെ തന്നെ സയ ഫസ്റ്റ് നമ്മളെ കമ്പനിയിൽ വന്നിട്ട് പിന്നെ തിരിച്ചു പോയിട്ട് പിന്നെയും വന്നിട്ടില്ലേ, അവളോട് നല്ല രീതിയിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അതുമാത്രമല്ല അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം അവൾക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മിഷന് കേടാക്കിയ ചെക്കനും യുയു എന്ന് പറഞ്ഞ ഒരു പെണ്ണിനും യീനിക്കും എല്ലാവർക്കും ഇവൾ ഇമെയിൽ അയക്കുന്നുണ്ടാവേ. അത് മാത്രമല്ല നമ്മളെ മിഷന് കേടാക്കിയ ചെക്കന് ഇവളാണെങ്കിൽ ഒരു ഐപാഡ് വാങ്ങിക്കൊടുക്കുന്നുണ്ടോ, പിന്നെ കോഫി ഇഷ്ടമുള്ള യുയുനാണെങ്കിൽ കോഫീൻ്റെ പൗഡർ അങ്ങനത്തെ എന്തോ സംഭവം വാങ്ങിക്കൊടുക്കുന്നുണ്ടോ. അങ്ങനെ എല്ലാവർക്കും ഓരോന്നും വാങ്ങിക്കൊടുക്കുന്നുണ്ടാവേ. യീനിക്കാണെങ്കിൽ നമ്മളിങ്ങനെ ഫ്ലവർ പോട്ടൊക്കെ ഇല്ലേ, അത് ഭയങ്കര ഇഷ്ടമായിരിക്കും, അതും അവൾക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ടാവും. നമ്മളെ സിങ്ങിൻ്റെ സ്നേഹം കണ്ടിട്ട് എല്ലാവരും കുത്തിയിരുന്നിട്ട് കരയുന്നുണ്ടാവും. കുത്തിയിരുന്നിട്ടല്ല, ഞാൻ വരെ ഈ സീന് കണ്ടിട്ട് കരഞ്ഞു, വേറെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുപോയി. അങ്ങനത്തെ ഒരു സീനായിരിക്കും. നിങ്ങൾക്കും ഇത് കണ്ടുകഴിഞ്ഞാൽ സങ്കടം വരും. ഇവർക്ക് മാത്രമല്ല നമ്മളെ ലീലിക്കും നമ്മളെ സൂനും ഒക്കെ അയച്ചിട്ടുണ്ടാവേ. ലീലിക്കാണെങ്കിൽ അവർ ഇമെയിൽ കാണുമ്പോൾ നമ്മളെ പെണ്ണിൻ്റെ കൂടെ ഉണ്ടായ ഓരോ നിമിഷമായിരിക്കും ഓർമ്മ വരുന്നുണ്ടാവുക. അവർക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മളെ സൂവിൻ്റെ അവസ്ഥ അതിനെയും കാട്ടി ദയനീയായിരിക്കും. അവനാണല്ലോ ഇതുപോലത്തെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങാമെന്ന് നമ്മളെ സിങ്ങിനോട് പറഞ്ഞത്. അവനുള്ളത് കൊണ്ട് മാത്രമാണല്ലോ ഈ ഒരു കമ്പനിയിലത്തെ ഐഡിയ വരെ നമ്മളെ പെണ്ണിന് കിട്ടിയത്. അതൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവൾ പറയുന്നുണ്ടാവും. എന്നിട്ട് അവളാണെങ്കിൽ പറയും, നിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആ ഒരു മെയിലാണെങ്കിൽ അവസാനിക്കുന്നുണ്ടാവുക. അവന് സങ്കടം സഹിക്കാൻ കഴിയാണ്ട് അവനും കരഞ്ഞോട് നിൽക്കുന്നുണ്ടാവും. ഇവരെല്ലാം കരച്ചിൽ കാണുമ്പോൾ നമ്മൾ വെറുതെ കരയുന്നുണ്ടാവും. എന്തിനോ ഒരാവശ്യമില്ല. നമ്മളെ ചെക്കനാണെങ്കിൽ എന്തോ ഒന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നവരായിരിക്കും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ടാവുക. അവനാണെങ്കിൽ നമ്മളെ പെണ്ണിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് കമ്പനിയിൽ പോകുന്നുണ്ടാവേ. പക്ഷേ ലീ ആണെങ്കിൽ ഒന്നും പറയുന്നുണ്ടാവില്ല. ലീ ആണെങ്കിൽ പറയും, സിങ് ആണെങ്കിൽ നിന്നെ കാണണ്ടെന്നാണ് പറഞ്ഞത്, അതിൻ്റെ അർത്ഥം അവൾക്ക് കുറച്ച് സ്പേസ് വേണമെന്നല്ലേ, ആ ഒരു സ്പേസ് നീ ഫസ്റ്റ് അവൾക്ക് കൊടുക്കുന്നെന്ന് പറയുമ്പോൾ നമ്മളെ ചെക്കനാണെങ്കിൽ അധികം ഒന്നും പറയേണ്ട അവിടുന്ന് പോകുന്നുണ്ടാവേ. എന്നാലായിരിക്കും ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുക, നമ്മളെ പെണ്ണാണെങ്കിൽ ഒരു റിസൈൻ ലെറ്റർ നമ്മളെ ഹാനിന് കൊടുത്തിട്ടായിരിക്കും അവൾ പോയിട്ടുണ്ടാവുക. റിസൈൻ ലെറ്റർ മീൻസ് അയച്ചതായിട്ടായിരിക്കും, അല്ലാണ്ട് കൈമിൽ വന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അവന് മനസ്സിലാവില്ലേ, അങ്ങനെ അയച്ചതായിട്ടായിരിക്കും. അപ്പോൾ അതും കണ്ടിട്ട് അവനും സങ്കടപ്പെട്ടിട്ടിരിക്കുന്നു. നമ്മളെ ചെക്കനാണെങ്കിൽ ഇതൊന്നും താങ്ങാൻ പറ്റുന്നേ ഉണ്ടാവില്ലേ. അതുകൊണ്ട് അവനാണെങ്കിൽ അലർജി ആണെന്ന് വരെ വിചാരിക്കാണ്ട് ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. നമ്മളെ കണ്ണട കണ്ടത് കൊണ്ട് മാത്രം അവനൊന്നും പറ്റാണ്ട് അവനെ ആണെങ്കിൽ അവൻ്റെ റൂമിൽ പോയിട്ട് കിടത്തുന്നുണ്ടാവേ. അവൻ എന്നാ ചെയ്യേണ്ടതല്ല അവൻ എന്നാ ചെയ്യുന്നത് വരെ അവന് മനസ്സിലാകാത്തൊരവസ്ഥയായിരിക്കും. ബിക്കോസ് അവൻ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു നമ്മളെ പെണ്ണിനെ. അങ്ങനെ നമ്മൾ കാണുന്നത് അവനാണെങ്കിൽ അവളെ കൊണ്ടും അവളാണെങ്കിൽ അവനെ കൊണ്ടും ആലോചിക്കുന്ന സീനായിരിക്കും. അവർക്ക് എല്ലാ സ്ഥലത്ത് പോയാലും അവരവരെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കുരിപ്പുകൾ എന്തിനാമോ പിരിഞ്ഞിട്ട് നിൽക്കുന്നത് അല്ലേ. അങ്ങനെ രണ്ടാളും പരസ്പരം ആലോചിക്കുന്നതായിരിക്കും കുറച്ച് മിനിറ്റ് നമ്മൾ കാണുന്നുണ്ടാവുക. അങ്ങനെ നമ്മളെ ചെക്കനാണെങ്കിലും നമ്മളെ പെണ്ണുമായിട്ട് ബ്രേക്കപ്പ് ആയതിനു ശേഷം എപ്പം അവളെ ഫസ്റ്റ് കമ്പനി ആയിട്ടുള്ള ആ ഒരു കമ്പനിയിലെ അവിടുത്തെ റൂഫ് ടോപ്പിൽ പോയിട്ട് നിൽക്കുന്നുണ്ടാവേ. ആ ഒരു കാര്യം 3 കുരുട്ടുങ്ങളാണെങ്കിലും നോക്കുന്നുണ്ടാവും. എന്നിട്ട് അവരാണെങ്കിൽ പറയും, ഇവനെ നമുക്കിങ്ങനെ വിട്ടാൽ പറ്റൂല, ആ ഒരു സിങ്ങിനെ കൊണ്ട് നമ്മളെ ഹാന് മൊത്തമായിട്ട് നശിച്ചിട്ടുള്ളത്, അവൻ എങ്ങനെയെങ്കിലും നമുക്ക് നന്നാക്കി എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടാവും. ആരല്ല പറയുന്നത്, ടാങ്ങിനെ നമുക്ക് വിടാം, നമ്മളെ ലിഞ്ചയും കണ്ണടിയും എന്താക്കി തീർക്കുമെന്ന് ദൈവത്തിനറിയാം. അങ്ങനെ നമ്മളെ ചെക്കനാണെങ്കിൽ കണ്ണടൻ്റെ ക്ലബിൽ വരുന്നേരം ഒരു സൗണ്ട് അവൻ കേൾക്കുന്നുണ്ടാവേ. അവനാണെങ്കിൽ അത് മൈൻഡ് ആക്കാണ്ട് പുറത്തു പോകുന്നേരം നമുക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, കുറച്ച് നേരം ഇവിടെ ഇരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെന്നാ പറയാ, ഇതിനെന്നാ പറയാ, പപ്പറ്റ് ഷോ എന്നല്ലല്ലോ, പപ്പറ്റ് ഷോ ഇങ്ങനത്തെ അല്ലല്ലോ, ഇതുപോലത്തെ ഒരു സംഭവം, ഇതിനെന്നാ പേര് പറഞ്ഞ് എനിക്കറിയില്ല. അങ്ങനെ ഇതുപോലത്തെ ഒരു സംഭവമാണെങ്കിൽ നമ്മളെ ചെക്കന് ഇവർ കാണിച്ചു കൊടുക്കുന്നുണ്ടാവേ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹണ്ടറും ഫോക്സും ഫ്രണ്ട്സ് ആയിരിക്കും. അവർക്ക്
രണ്ടൊക്കെ ഒപ്പരം നിൽക്കണം എന്നായിരിക്കും ആഗ്രഹം. പക്ഷേങ്കിൽ ഒരു ഹണ്ടർ ആയതുകൊണ്ട് തന്നെ ഹണ്ടർ ഏത് നിമിഷം വേണമെങ്കിലും ഫോക്സിനെ വെടിവെച്ചിട്ട് കൊല്ലാം. അത് ഫോക്സിനും അറിയാം. അതുകൊണ്ട് തന്നെ അവർ രണ്ടാളും പിരിയാൻ തീരുമാനിക്കുന്നുണ്ടാവും. അതായിരിക്കും ഒരു കഥേന്റെ ചുരുക്കം. ഏകദേശം നമ്മളെ സിങ്ങിന്റെയും ഹാനിന്റെയും സ്റ്റോറി വെച്ചിട്ട് ഒരു ഹണ്ടറും ഫോക്സും എന്നുള്ള രീതിയിലായിരിക്കും അവർ മാറ്റിയിട്ടുണ്ടാവുക. പക്ഷേങ്കിൽ അവസാനം അവർക്ക് രണ്ടാൾക്കും പിരിയാൻ പറ്റാണ്ട് അവർ പിന്നെയും ഒന്നിക്കുന്നുണ്ടാവുക. അങ്ങനത്തെ ഒരു സ്റ്റോറി ആയിരിക്കും ഇവർ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നുണ്ടാവുക. നമ്മളെ ചെക്കനാണെങ്കിൽ ഈ സ്റ്റോറിയൊക്കെ കേൾക്കുന്നേരം നമ്മളെ പെണ്ണിന്റെ ഓർമ്മ തന്നെ മൈൻഡിൽ വന്നോണ്ട് നിൽക്കുന്നുണ്ടാവുക. ആ ഒരു സ്റ്റോറി കരയും വന്നില്ല കഴിയുമ്പോൾ അവനാണെങ്കിൽ സങ്കടം സഹിക്കാൻ കഴിയാണ്ട് അവൻ കരഞ്ഞോട് നിൽക്കുന്നുണ്ടാവും. കാരണം അവൻ അത്രത്തോളം നമ്മളെ സിങ്ങിനെ സ്നേഹിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ എന്തിൻ്റെയോ പേരിൽ വന്നൊരു ഐഡിയ. എന്നാലും അവൾ ഇങ്ങനെ പോകുന്ന അവൻ വിചാരിച്ചിട്ടേ ഉണ്ടാവില്ല. അവന്റെ രണ്ട് കണ്ണും കരയും പോലെ രണ്ട് കണ്ണും നിറയുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടമാവും. ഇതേ ടൈം നമ്മളെ സിങ് ആണെങ്കിൽ നമ്മളെ ചെക്കൻ്റെ സങ്കടങ്ങളൊന്നും അറിയാണ്ട് അവളെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതായിരിക്കും. അവളാണെങ്കിൽ AI മെഡിസിനെ കൊണ്ട് എന്തല്ലോ പഠിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഇവർ രണ്ടാളും അന്ന് പറവേനെ പറപ്പിച്ച സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അവിടെ വന്നിട്ട് അവളാണെങ്കിൽ ഐസ്ക്രീം മാറ്റാൻ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ ഒരു പറവേനെ കാണുന്നുണ്ടാവേ. അതിനെ നോക്കുന്ന നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും അവക്കാണെങ്കിൽ നമ്മളെ ഹാൻഡിനെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ അവളാണെങ്കിൽ അവിടുന്ന് മാറിയിട്ട് ആ ഒരു പറവക്ക് ഫുഡ് കൊടുക്കാൻ നിൽക്കുന്നവരായിരിക്കും. ഒരു ഡോക്ടറെ ക്യുന്നാണെങ്കിൽ അയാളെ ബാഗ് ഏതോ ഒരു കള്ളൻ അടിച്ചു പോകുന്നത് കാണുന്നുണ്ടാവോ. അയാളാണെങ്കിൽ കള്ളൻ എന്ന് പറയുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഡു നത്തിങ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കാലാണെങ്കിലും ഇതുപോലെ വെക്കുന്നേരം ആ ഒരു കള്ളനാണെങ്കിലും ഉരുണ്ട് കെട്ടിയിട്ട് വീണിട്ട് ആ ഒരു ബാഗ് ആണെങ്കിൽ അവിടെ വീകുന്നുണ്ടാവേ. ആ ഒരു ബാഗ് അവിടെ വീണപാട് ഡോക്ടർ ക്യുന്നാണെങ്കിൽ വന്നിട്ട് എടുത്തിട്ട് നമ്മളെ പെണ്ണിനോട് സംസാരിക്കാൻ നിൽക്കും. എന്നേരായിരിക്കും ഈ ഒരു ഡോക്ടർ ക്യുന്നും നമ്മളെ പെണ്ണും ചൈനീസ് ആണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നുണ്ടാവുക. എന്നിട്ട് ക്യുന്നാണെങ്കിൽ പറയും എന്തായാലും നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്തതല്ലേ, ഞാൻ നിനക്ക് ഡിന്നർ ഓഫർ ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മളെ പെണ്ണാണെങ്കിൽ പറയും എനിക്ക് വേറൊരു വർക്ക് ഉണ്ട് ഞാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ടാവേ. പക്ഷേ നമ്മളെ ഡോക്ടറെ കണ്ണല്ല ക്യുന്നിൻ്റെ മുഖത്ത് നമുക്കൊരു എന്താ കാണാൻ പറ്റുക, എന്തോ ഒരു എക്സ്പ്രഷൻ കാണാൻ പറ്റും. ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഇല്ല, അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ. ഇതേ ടൈം നമ്മൾ ലീൻ്റെയും ടൂൻ്റെയും സംസാരത്തിൽ നമ്മളെ സിങ് ആണെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യലുണ്ടാവേ. അവരാണെങ്കിൽ വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം നമ്മളെ ടു ആണെങ്കിൽ പറയും സംടൈംസ് അവക്കാണെങ്കിൽ അവിടെ ഒരു ജർമ്മൻ പയ്യനുമായിട്ട് ഡേറ്റിംഗ് ആറ്റം പോകുന്നുണ്ടാവും. അതൊന്നും നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവും. പക്ഷേ സിങ് ആണെങ്കിൽ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മാത്രം നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മളെ സിങ് ആണെങ്കിൽ ഒരു സ്ഥലത്തിൽ ബുക്ക് റിട്ടേൺ ചെയ്യാൻ കൊടുക്കാൻ പോകുന്നവരായിരിക്കും. ആ ഒരു ക്യുന്നിനെ പിന്നെയും കാണുന്നുണ്ടാവുക. ക്യുന്നാണെങ്കിൽ ഇവിടെ കണ്ടപാട് ഭയങ്കര എനർജിയിലൊക്കെ ആയിരിക്കും ഇവളോട് സംസാരിക്കുന്നുണ്ടാവും. എന്നിട്ട് ഇവളെ WeChat അക്കൗണ്ടൊക്കെ അവൻ വാങ്ങുന്നുണ്ടാവേ. അവളാണെങ്കിൽ എന്തോ AI മെഡിക്കലിന്റെ ബുക്ക് അച്ഛൻ എടുക്കാൻ വന്നതായിരിക്കും. ഇവനോട് റെക്കമെൻഡ് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ കുറേ ബുക്ക് എടുത്തിട്ട് ഇവളെ കൈമിൽ കൊടുക്കുന്നുണ്ടാവും. ഇവക്കാണെങ്കിൽ പിടിക്കാൻ വരെ പറ്റാത്തത് കാണുമ്പോൾ അവനാണെങ്കിൽ എടുത്തിട്ട് പറയും നിനക്ക് അന്നേ ഒരു ലെൻസ് വാങ്ങി തരണമെന്ന് ഞാൻ വിചാരിച്ചതാണ്, ഈ പ്രാവശ്യം ഞാൻ തന്നെ വാങ്ങിത്തരും, നീ നോ എന്ന് പറയാൻ പാടില്ല എന്നൊന്ന് പറയേ. അവള് പറ്റൂല എന്നൊന്ന് പറയാൻ നിൽക്കുമ്പോഴേക്കും അവൻ അങ്ങനെ പറയുന്നുണ്ടാവും. പിന്നെ അവൾക്ക് വേറെ വഴിയില്ലല്ലോ, അതുകൊണ്ട് അവളും ഓക്കെ പറയും. ഇതേ ടൈം ഹാൻഡിനെ നോക്കുന്നാണെങ്കിൽ അവന്റെ വർക്കൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടാവും. പക്ഷേ നമ്മളെ കണ്ണട വന്നിട്ട് എന്തെല്ലോ കൂരിട്ട് തരാം എപ്പോൾ ഇതുപോലെ പറയുന്നുണ്ടാവേ. നമ്മളെ ഹാൻ ആണെങ്കിൽ പറയും 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഞാൻ നിനക്ക് സമയം തരും, അതിനുള്ളിൽ ഈ റൂമും വിട്ടിട്ട് പോയിക്കൊന്നു പറയുമ്പോൾ കണ്ണട ആണെങ്കിൽ പറയും ഹോ ഞാൻ നിനക്ക് അത്രക്ക് ശല്യമാണ്, എന്നാൽ പിന്നെ ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അതൊന്നും ഉണ്ടായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ടാവേ. ഇതേ ടൈം നമ്മളെ ലീനെ നോക്കുന്നതാണെങ്കിൽ അവൾ ഓഫീസിലേക്ക് വരുന്നേരം ടെക്ക് വർക്ക് ചെയ്യുന്ന നമ്മളെ ഷെങ്ങിനെയും മറ്റേ പേരുന്നതിനും സയോനെയും കാണുന്നുണ്ടാവില്ലേ. സംഭവം എന്നായിരിക്കും ഇവരും നമ്മളെ മറ്റേ ഹാൻഡ് ഹൈ കമ്പനി ഇപ്പം മെർജ് ചെയ്തത് കൊണ്ട് തന്നെ ഹാൻഡ് ഹൈ കമ്പനിയിലത്തെ ആൾക്കാർ എന്തോ ഒരു ആവശ്യത്തിന് ഇവർ രണ്ടാളെയും വിളിച്ചിട്ടുണ്ടാവേ. ആ ഒരു കാര്യം ഈനി പറഞ്ഞിട്ടായിരിക്കും നമ്മളെ ലീ അറിയുന്നുണ്ടാവും. ലീ ആണെങ്കിൽ പറയും ഇവരാണെങ്കിൽ നമ്മളെ ഒന്നിനും ഇടപെടുത്തൂല എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മളെ പിള്ളേർ തന്നെ അവരെടുത്തിട്ട് പോകുന്നാണല്ലോ, ഇനി എന്നാ ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ഈനി ആണെങ്കിൽ പറയും നമ്മളെയും കാട്ടി സ്ട്രെസ്സിലാണ് സൂ ഉള്ളത്, നിങ്ങൾ ഒരിക്കൽ പോയിട്ട് അവനോട് സംസാരിക്കുമെന്ന് പറയേ. സൂനെ നോക്കുന്നാണെങ്കിൽ 10-12 ബുക്കൊക്കെ വെച്ചിട്ടായിരിക്കും അവൻ എഴുതുന്നുണ്ടാവുക. അത്രക്ക് സ്ട്രെസ്സിലായിരിക്കും ഉണ്ടാവുക. ലീ ആണെങ്കിൽ പറയും നമ്മളിങ്ങനെ സ്ട്രെസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ എംപ്ലോയീസും സ്ട്രെസ് ആകുകയുള്ളൂ, നമ്മൾ കുറച്ച് കാമായിട്ട് വർക്ക് ചെയ്യണം എന്ന് പറയാം. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഈ ഒരു പ്രഷർ ഒന്നും താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. ഇതേ ടൈം ആയിരിക്കും ഈനി ആണെങ്കിൽ വന്നിട്ട് വേറെന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നുണ്ടാവുക. നമ്മളെ ലീക്ക് ആണെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അവൾ പുറത്തേക്ക് പോകുന്നുണ്ടാവേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിങ് ഇല്ലാണ്ട് ഈ ഒരു കമ്പനി ഇപ്പൊ ആടി ഒലയുന്നായിരിക്കും. എന്നാലും പിള്ളേർ രണ്ടാളും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഒന്ന് പിടിച്ചു വെക്കേണ്ടിട്ട്. അങ്ങനെ
അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. സത്യം പറഞ്ഞാലേ ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് ലിൻസേന്റെയും അമ്മേന്റെയും ടൂവിന്റെ ആ ഒരു ഭാഗം കാണുമ്പോൾ അത് ഭയങ്കര എനർജി കിട്ടുന്നത്. എന്നെ പോലെ തന്നെ നിങ്ങൾക്കും അങ്ങനെയാണെങ്കിൽ പറയണേ. നമ്മളെ ലിൻസയും ടൂ ആണെങ്കിൽ ആ ഒരു ബാറിൽ നിൽക്കുന്ന ടൈമായിരിക്കും അമ്മേന്റെ കോള് വരുന്നുണ്ടാവുക. സംഭവം എന്തായിരിക്കും, അമ്മ തല ചുറ്റിയിട്ട് ഇങ്ങനെ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടൊരു കോളായിരിക്കും. നമ്മളെ ചെക്കനത് കേട്ടപാട് പെണ്ണിനെയും കൂട്ടിയിട്ട് അവിടുന്ന് ഓടുന്നുണ്ടാവും. ഇതേ ടൈം എന്നായിരിക്കും നമ്മളെ കള്ളത്തി അമ്മേന്റെ എന്തൊരു പ്ലാൻ ആയിരിക്കും. അമ്മയാണെങ്കിൽ അവിടെ വർക്കിന് നിൽക്കുന്ന ഏച്ചിനോടാണെങ്കിൽ പറയൂ, ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം, അവരിവിടെ എത്തിയിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ കിടക്കാന്നൊക്കെ പറയേ. അമ്മയാണെങ്കിൽ തീരെ കഴിയാത്ത പോലെ കിടക്കുന്നുണ്ടാവും. ഫുൾ അഭിനയമായിരിക്കും. നമ്മളെ ലിൻസി ആണെങ്കിൽ പേടിച്ചിട്ട് നിൽക്കുന്ന ടൈമായിരിക്കും. ആ ഒരു വർക്കിന് നിൽക്കുന്ന ചേച്ചി ആണെങ്കിൽ പറയുന്നുണ്ടാവുക, എനിക്ക് നിങ്ങൾ ഇപ്പം നോക്കാൻ പറ്റൂല, എൻ്റെ ഭർത്താവിനാണെങ്കിൽ എന്നെ ഇപ്പം വേണം, എനിക്കിപ്പോൾ പോയേ പറ്റുള്ളൂ, ഞാൻ എന്ന് വേണ്ടത് ചോദിക്കുമ്പോൾ നമ്മളെ അമ്മയാണെങ്കിൽ പറയും, കുഴപ്പമില്ല നീ പോയിക്കോ, ഞാൻ തന്നെ എന്നെ ഒറ്റക്ക് നോക്കിക്കോളൂ എന്ന് പറയേ. അതേ ടൈം ടൂ ആണെങ്കിൽ പറയും, അമ്മ പേടിക്കണ്ട, അമ്മേനെ ഞാൻ നോക്കിക്കോളൂ എന്ന് പറയൂ. അത് കേൾക്കുമ്പോൾ അമ്മയാണെങ്കിൽ ഓക്കെ എന്ന് പറയേ. ഭയങ്കര എനർജിയിലായിരിക്കും പറയുന്നുണ്ടാവുക. അത് കേട്ടിട്ട് ലിൻസി ആണെങ്കിൽ അമ്മേനെ ഇതുപോലെ നോക്കുന്ന സ്ഥലത്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. എനിക്ക് ഇവരെ കഥയൊന്നും പറയാനില്ല, കോമഡി പീസാണ്. എന്ത് പറഞ്ഞാലും ഹാനിന്റെയും സിംഗിന്റെയും കാര്യത്തിൽ നമ്മൾ കുറച്ച് വറീഡ് ആണെങ്കിലും നമ്മളെ ടോന്റെയും ലിൻസേന്റെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര ഹാപ്പി അല്ലേ. എന്നെ പോലെയുള്ളവർ കമന്റ് ചെയ്യണേ. അപ്പൊ എല്ലാവർക്കും ബൈ.